ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഹോണ്ട എലവേറ്റിന്റെ സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞ 2025 ലോഞ്ച് ചെയ്തൊരു പുതിയ വേരിയന്റ് ആണ്. നമ്മളുടെ ടോപ്പ് എൻഡ് വേരിയന്റിനെ ബേസ് ചെയ്തിട്ടാണ് സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷൻ വരുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, 2025 എലവേറ്റിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എലവേറ്റ് ബ്ലാക്ക് എഡിഷന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് എഡിഷനിൽ ഹോണ്ടയുടെ ലോഗോ മാത്രമാണ് ഇതിനകത്ത് സിൽവർ ഫിനിഷിൽ വരുന്നത്. ബാക്കി കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലേക്ക് വാഹനം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ടോപ്പിൽ വരുന്ന ഈ ക്രോം ഇൻസേർട്ട് കാര്യങ്ങളാണെങ്കിലും കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തു. ശരിക്കും ഇപ്പോൾ ഹോണ്ട എലവേറ്റ് ഒരു റഫ് ആൻഡ് ടഫ് ലുക്കാണ് നമുക്ക് തരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഈ ബ്ലാക്ക് കളർ എലവേറ്റിന് അപാര റോഡ് പ്രസൻസ് ആണ്. സെഗ്മെന്റിലെ ബെസ്റ്റ് ലുക്കിംഗ് കാർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ക SUV ലുക്കാണ് എക്സ്റ്റീരിയർ നോക്കുമ്പോൾ. ആ ഹോണ്ടയുടെ ലോഗോയും കൂടി ഒന്ന് ബ്ലാക്ക് ആൻഡ് ചെയ്യുകയാണെങ്കിൽ വേറെ ലെവൽ ലുക്കിലേക്ക് ഈ വാഹനം മാറും. ഇനി ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിനെ ബേസ് ചെയ്തായതുകൊണ്ട് അഡാസ് ലെവൽ 2ന്റെ ക്യാമറ ടോപ്പിൽ കാണാനായിട്ട് പറ്റും. ഹെഡ്ലൈറ്റ് ബൈസൺ ആൻഡ് ഹെഡ്ലൈറ്റുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. LED ആണ്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ നമുക്ക് DRL കാണാം. +10 ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് LED ഫോഗ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ എല്ലാ വേരിയൻറ്റുകളിലും ആ ഒരു സിമിലർ ഫോഗ് ലൈറ്റുകളാണ് വരുന്നത്. ഫ്രണ്ടിലെ സ്കിപ്പ് പ്ലേറ്റ് കാര്യങ്ങൾ ബ്ലാക്ക് ആൻഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർമൽ ഒരു സിൽവർ കളർ സ്കിപ്പ് പ്ലേറ്റ് ആണ് വരുന്നത്. സെഗ്മെന്റ് ബെസ്റ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോഴും ഫുൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. നമുക്ക് ക്രോമോ സിൽവർ ഫിനിഷോ ഒന്നും തന്നെ കാണാനായിട്ട് പറ്റില്ല. ടയർസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 215, 55 or 70 ആണ് ടയർ സൈസ്. ഒരു ഗ്ലോസി ബ്ലാക്ക് കളറുള്ള അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. ഹോണ്ടയുടെ ലോഗോ മാത്രം സിൽവർ ഫിനിഷിൽ കാണാം. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് വരുന്നത്. നമുക്കിവിടെ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നതാണ്. അതൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷിലാണ് വരുന്നത്. മിറേഴ്സ് എല്ലാം ബ്ലാക്ക് കളറിൽ വരുന്നു. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ടോപ്പിലെ റൂഫ് റെയിൽസ് അതും ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയന്റ് ആയതുകൊണ്ട് നമുക്കൊരു സിംഗിൾ ഡിൻ സൺറൂഫ് വരുന്നുണ്ട്. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. ഗ്ലാസുകളെല്ലാം പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത്. UV പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് വന്നാലും ഫുൾ ബ്ലാക്ക് കളറാണ്. വേറെ ക്രോം ഇൻസേർട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. IV ടെക്കിന്റെ ബാഡ്ജിങ് ഒരു ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. എലവേറ്റ് ബ്ലാക്ക് എഡിഷൻ, ആ ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് ഇതിനകത്ത് വരുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് ആയതുകൊണ്ട് ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ഗ്ലാസുകളാണ്. ഹൈ മൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് അകത്തുനിന്നുള്ള രീതിയിലാണ് വരുന്നത്. നമുക്ക് സ്പോയിലർ പോലെ തോന്നിക്കുന്ന ചെറിയൊരു ഭാഗം കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ടൈലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ് നമുക്ക് ടൈലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുക. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. അതും LED ആണ്. ചേർന്ന് കാണുന്ന ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കണക്റ്റഡ് ടൈലൈറ്റ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് പോലെ ഫംഗ്ഷൻ ചെയ്യും. നമുക്ക് താഴെ 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് പറ്റും. ബാക്കിൽ ആ സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗവും നമുക്ക് ഫുൾ ബ്ലാക്കിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു റിഫ്ലക്ടേഴ്സ് കാണാം. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹോണ്ട ലോഗോൻ്റെ ചേർന്ന് താഴെ ഇവിടെയായിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറയും കാണാം. ലോഗോൻ്റെ നേരെ താഴെ തന്നെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. 428 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് വരുന്നത്. ഒരു ബൂട്ട് ലൈറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പാകുന്ന സീറ്റുകളാണ്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ബേസ് വേരിയന്റിൽ വരുന്ന സെയിം സൈസ് ആയിട്ടുള്ള വീലുകളാണ് സ്പെയർ വീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട് ടോപ്പ് വേരിയന്റ് ആയതുകൊണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. നോർമൽ എലവേറ്റിന്റെ ഈ ഒരു പോർഷനിലെല്ലാം ഒരു വുഡ് ഫിനിഷ് വന്നപ്പോൾ ഇത് ഫുൾ ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സോഫ്റ്റ് ടച്ച് കാണാനായിട്ട് പറ്റും. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിലാണ്. സിഗ്നേച്ചർ എഡിഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആംബിയൻ ലൈറ്റിംഗ്. അത് നമുക്ക് സെൻറ്ററിലും ഡോർ പാഡിലും എല്ലാം കാണാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള 2 ബട്ടണുകളൂടെ അഡീഷണലി കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറാണ്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് ഒരു ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഹോണ്ടയുടെ ലോഗോ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബോഡി ഹോൾഡേഴ്സ് കാണാം. ട്യൂട്ടർ ഗില്ല് കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗില്ല് കാണാനായിട്ട് പറ്റും. ഡ്രൈവർ സീറ്റ് നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റിലും മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റിനെല്ലാം ഒരു ബ്ലാക്ക് ലെതർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഓട്ടോമാറ്റിക് വേരിയന്റാണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാനായിട്ട് പറ്റും. ഇത് ആംബിയൻ ലൈറ്റിന്റെ ഒരു സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. നോർമൽ എലവേറ്റിൽ ഇവിടെ എല്ലാം നമുക്കൊരു വുഡ് ഫിനിഷാണ് വന്നിരുന്നത്. ആംബിയൻ ലൈറ്റിൻ്റെ ഒരു ലൈറ്റ്സും ഇവിടെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു ബട്ടൺ ഇവിടെ അകത്തായിട്ട് കൊടുത്തിരിക്കുന്നു.
ബ്ലാക്ക് എഡിഷന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ബ്ലാക്ക് കളർ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് വളരെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്റീരിയർ. ഇവിടെ എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെയെല്ലാം ഒരു സോഫ്റ്റ് ടച്ച്, അതിനകത്ത് ഒരു സ്റ്റിച്ചിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വളരെ പ്രീമിയം ഫീൽ തരുന്ന ഒരു ഇന്റീരിയർ ആണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്ന സ്റ്റിയറിംഗ് വീല് നമുക്ക് മൾട്ടി ഫംഗ്ഷനായ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക്കിനും നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിരിക്കുന്നു. വലതുവശത്തായിട്ട് നമുക്ക് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് പോലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഓൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ഡിജിറ്റൽ ആൻഡ് ഹാഫ് അനലോഗ് എന്നുള്ള രീതിയിലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ കംപ്ലീറ്റ് ആയി അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് RPM മീറ്റർ മറ്റ് ഇൻഫർമേഷൻസും കൊടുത്തിരിക്കുന്നു. ഈ ഒരു സെഗ്മെന്റിലെ വാഹനത്തിലുണ്ട് എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിൽ ഈ ബട്ടൺസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു. താഴത്തേക്ക് വന്ന സ്പീഡ് ടൈമർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര കിലോമീറ്റർ ഈ വാഹനം ഓടി, ആവറേജ് സ്പീഡ് എത്രയാണ്, അങ്ങനെ അത്യാവശ്യം സീറ്റ് ബെൽറ്റ് റിമൈൻഡർ സെറ്റ് ചെയ്യാൻ, സേഫ്റ്റി സപ്പോർട്ട്, അത് സേഫ്റ്റി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അഡാസിന്റെ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ടോപ്പിലായിട്ട് ടാക്കോമീറ്റർ, അത് കംപ്ലീറ്റ്ലി നമുക്ക് ആ ടാക്കോമീറ്റർ മാത്രമായിട്ട് മാറും. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ടാക്കോമീറ്റർ വരുമ്പോൾ നമുക്ക് രണ്ടും ഏകദേശം അനലോഗ് മീറ്റർ ആയിട്ട് തന്നെയാണ് അത് ഫീൽ ചെയ്യുക. അത്യാവശ്യം സ്പോർട്ടി ലുക്കൊക്കെ തരുന്ന ഒരു കൺസോളാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു HD ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ എന്ന് പറയാം. പാർക്കിംഗ് സെൻസേഴ്സ് ഈ വശങ്ങളിലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലും പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തൊരു ലെയിൻ വാച്ച് ക്യാമറ വരുന്നുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ക്യാമറ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ക്യാമറ അഡീഷണലി ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കൊരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമറ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള സിസ്റ്റമാണ്. 4 സ്പീക്കറും 4 ട്യൂട്ടറോടും കൂടി വരുന്ന ഒരു മ്യൂസിക് സിസ്റ്റമാണ്. എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ കൊടുത്തിരുന്ന ക്യൂക്ക് മെനു ആണ്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം തന്നെ വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് സ്ട്രൈറ്റ് അവേ ആക്സസ് ചെയ്യാൻ പറ്റും. ക്ലോക്ക്, കലണ്ടർ, കോമ്പസ്, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഡ്യുവൽ സ്ക്രീനിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ റിവേഴ്സ് ക്യാമറ വന്നാൽ പോലും നമുക്ക് ഈ ഒരു സ്ക്രീനിലാണ് ഫുള്ളായിട്ട് ക്യാമറ കാര്യങ്ങൾ വരിക. ഈ ഒരു വശത്തുള്ളത് നമുക്ക് മറ്റ് ഇൻഫർമേഷൻസ് എന്നുള്ള രീതിയിൽ അത് അറിയാനായിട്ട് പറ്റും. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുന്ന ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസിന് നടുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കാണാം. ഇവിടെ എല്ലാം നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വയർലെസ് ചാർജിംഗ് പാഡ് കാണാം. അത് ഫംഗ്ഷൻ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്കൊരു 12 വോട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിരുന്നു. USB ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. അത് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. നമ്മുടെ CVT ഗിയർ ലിവർ, അതിന് ചുറ്റും എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ്. ഇവിടെ എല്ലാം ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യുമ്പോൾ സെന്റർ ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ടോപ്പിലെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടി നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഡിമ്മിംഗ് ആയിട്ടുള്ള IRVMs കാണാം. ഇവിടെ നമുക്ക് അഡാസിന്റെ ആ ഒരു ക്യാമറ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വരുന്നുണ്ട് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആൻഡ് ഡ്രൈവർ സൈഡിൽ വിത്ത് ലൈറ്റ് വരുന്നില്ല, ജസ്റ്റ് മിറേഴ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്കൊരു സിംഗിൾ റിൻ സൺറൂഫ് വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു വൺ ടച്ചിൽ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇന്റീരിയറിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന വലിയ ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. സ്കൂട്ടർ ഗില്ല്, സ്പീക്കർ ഗില്ല് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സ്ട്രിപ്സ് കാണാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിലേക്ക് 2 AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ചുറ്റുമെല്ലാം നമുക്ക് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ്. ഇപ്പോൾ സെൻട്രൽ പാസഞ്ചർ ഇല്ലെങ്കിൽ വളരെ കംഫർട്ടായിരുന്നു യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. ഒരു സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ്റൂം വരുന്നുണ്ട്. നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. സൺറൂഫ് ഉണ്ട് എങ്കിൽ സൺറൂഫിൻ്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. അതുകൊണ്ട് ഹെഡ്റൂമിൻ്റെ ഇഷ്യൂസ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ബാക്കിലേക്കും റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് 2 വശത്തും സ്പ്രിംഗ് ആയിട്ടുള്ള
ഗ്രാബ് ഹാൻഡിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് ലോങ് റൈഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സ്പേസ് ആണ്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ടുള്ള സ്പേസ് ബാക്കിൽ വരുന്നുണ്ട്. ഹോണ്ട എലവേറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, അഡാസ് ലെവൽ 2 പോലെയുള്ള ഈ ഒരു സെഗ്മെന്റിൽ വാഹനങ്ങളിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും എലവേറ്റിലും ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ നമ്മൾ സിറ്റിയിലൊക്കെ കണ്ട സെയിം 1.5 ലിറ്റർ IVTEC പെട്രോൾ എഞ്ചിനാണ്. 121 HP ആണ് പവർ, 6600 RPM 145 Nm പീക്ക് ടോർക്ക് നൽകുന്ന അത്യാവശ്യം പെപ്പി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന നല്ലൊരു പെട്രോൾ എഞ്ചിനാണ്. എലവേറ്റിൽ പെട്രോൾ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ. ഹൈബ്രിഡോ ഡീസലോ അങ്ങനെ ഒന്നും തന്നെ ഹോണ്ട ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന 19 km/ലിറ്റർ ഒക്കെയാണ് മൈലേജ്. റിയൽ ലൈഫിൽ ഒരു 13-നും 14-നും ഇടയ്ക്കൊക്കെ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഹോണ്ട സിറ്റിയിലൊക്കെ ആ ഒരു മൈലേജ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. എലവേറ്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ എലവേറ്റിന് 2025 SV എന്ന് പറയുന്ന ഒരു ബേസ് വേരിയന്റ് ഉണ്ടായിരുന്നു. അത് അവൈലബിൾ അല്ല എന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് V വേരിയന്റ് തൊട്ടിട്ടായിരിക്കും ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. അപ്പോൾ ബേസ് V വേരിയന്റ് മാനുവലിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ 15 ലക്ഷം രൂപയാണ് എൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എക്സ്ഷോറൂം വരുന്നത് 12,42,000 രൂപ. ഓൺ റോഡ് 15 ലക്ഷം രൂപ. ഈ വീല് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അതിന് എക്സ്ഷോറൂം വരുന്നത് 13,52,000 രൂപയും ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 16,31,000 രൂപയാണ്. ഈ ബ്ലാക്ക് എഡിഷൻ ബേസ്ഡ് ഓൺ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ZX എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റിലാണ് നമുക്ക് ബ്ലാക്ക് എഡിഷൻ വരുന്നത്. ZX മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 18,62,000 രൂപയും ഇപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന CVT വേരിയന്റിന് 19,95,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ZX അല്ലെങ്കിൽ സിഗ്നേച്ചർ വേരിയന്റ് ബ്ലാക്ക് എഡിഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്ലാക്ക് എഡിഷൻ ആണ് വേണ്ടതെങ്കിൽ 21,000 രൂപയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് പേ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നേച്ചർ ബ്ലാക്ക് എഡിഷന് ഏകദേശം 20,20,000 രൂപയുടെ അടുത്ത് ഓൺ റോഡ് പ്രൈസ് വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഹോണ്ട റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.